അസ്സലാമു അലൈക്കും. പുണ്യമാസ രാവിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ പല ബുദ്ധിമുട്ടുകളും അനാവശ്യങ്ങളും അനുഭവിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ഈ പുണ്യ റമദാനിൽ അവരുടെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണേ നാഥാ. ഈദ് മുബാറക്. ഈദുൽ ഫിത്തർ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വിശുദ്ധിയുടെ, പവിത്രതയുടെ ആഘോഷമാണ്. ഒരു മാസക്കാലം സ്രഷ്ടാവായ അള്ളാഹുവിലേക്ക് നാം വല്ലാതെ അങ്ങ് അടുത്തുപോയി. ആ അടുപ്പം നിലനിർത്തിക്കൊണ്ടു തന്നെയുള്ള ഒരാഘോഷമാണ് ഈദുൽ ഫിത്തർ. ഈ ദിവസം നമുക്ക് പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന ആളുകളെ ഓർക്കാം. അതിനുവേണ്ടിയാണ് നമുക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ അത് നാം വീട്ടിയിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആഘോഷം. അത് ഇസ്ലാം എപ്പോഴും അത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ് അത് ഇസ്ലാമിലുണ്ട് എന്ന് മാത്രമല്ല, അതിർവരമ്പുകളിൽ നിന്നുകൊണ്ടുള്ള ആഘോഷം നാം നടത്തിയേ പറ്റൂ. നമ്മുടെ കുടുംബക്കാരോടൊപ്പം, കൂട്ടുകാരോടൊപ്പം ഈദ് മനോഹരമായി നാം ആസ്വദിക്കണം. ഈദ് ദിനത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആയിഷ ബീവി പറയുകയാണ്, ഒരു ഈദിൻ്റെ സുദിനത്തിൽ ഞങ്ങളുടെ വീട്ടിൽ 2 അൻസാരി പെൺകുട്ടികൾ മനോഹരമായി ഗീതങ്ങൾ ആലപിക്കുകയാണ്. ഈ സമയത്ത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ര പിടിച്ചില്ല. എന്താണിത്, അള്ളാഹുവിൻ്റെ ദൂതരുടെ മുമ്പിൽ വെച്ചിട്ടാണോ ഈ ശൈത്താനിൻ്റെ ഗീതങ്ങൾ പാടുന്നത് എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അബൂബക്കർ, അവർ ആസ്വദിക്കട്ടെ, ഇന്ന് ഈദിൻ്റെ ദിവസമാണ്. എല്ലാ സമുദായത്തിനും ആഘോഷങ്ങളുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ ആഘോഷമാണ്. എത്ര മനോഹരമാണ് ഈ കാഴ്ചപ്പാട്. അതുപോലെ മറ്റൊരു സമയത്ത് ആയിഷ ബീബി തന്നെ പറയട്ടെ, ഈദിൻ്റെ സുദിനത്തിൽ ബദുക്കളായ ആളുകൾ, ഗോത്രവർഗക്കാരായ ആളുകൾ മദീനത്തെ തെരുവിൽ ആയുധപ്രകടനം നടത്തുകയാണ്. അത് കാണാൻ വേണ്ടി മനസ്സ് വെമ്പൽ കൊള്ളുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആസ്വദിക്കാനുള്ള അവസരം എനിക്കൊരുക്കി തരികയാണ്. ഇതാണ് വിശുദ്ധ മതത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതുകൊണ്ട് നാം യാത്ര പോകണം, കുടുംബത്തോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, കുടുംബക്കാരുടെ വീടുകളിലേക്കൊക്കെ പോകണം. ഈ സമയത്ത് അതിർവരമ്പുകൾ ഭേദിക്കാതെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മാസത്തെ വിശുദ്ധി നാം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നാശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു ഈദ് എല്ലാവർക്കും നൽകുമാറാവട്ടെ. പ്രയാസമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അല്ലാഹു എളുപ്പം നൽകുമാറാവട്ടെ. ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. വിശുദ്ധ റമദാനിൻ്റെ പുണ്യ രാത്രികൾ അതുപോലെ പകലുകളെല്ലാം നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. നാം പെരുന്നാളിൻ്റെ മുഹൂർത്തത്തിലാണ് ഇപ്പോഴുള്ളത്. നമുക്ക് അള്ളാഹു നൽകിയ ആ വലിയ അനുഗ്രഹത്തിൻ്റെ മാസം നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കട്ടെ. യഥാർത്ഥത്തിൽ ആ മാസത്തിലൂടെ നാം നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം, വൃതാനുഷ്ഠാനത്തിലൂടെ, നിസ്കാരത്തിലൂടെ, അതുപോലെ മറ്റ് ദാനധർമ്മങ്ങളിലൂടെ നാം നേടിയെടുത്ത ആ വലിയ ചൈതന്യം നിലനിർത്തി വരും കാലഘട്ടത്തിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം. അങ്ങനെ ആത്മീയമായ ഉന്നതി ലഭിച്ചവന് മാത്രമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നതിലുള്ള അർത്ഥം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ ദിനം, പെരുന്നാളിൻ്റെ ദിനം, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നതും ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകപ്പെടുന്ന ദിനം കൂടിയാണ്. വിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ആ റമദാനിൽ നിന്ന്
നേടിയെടുത്ത ആത്മീയമായ പ്രഭയായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. വിശുദ്ധമായ ഈ പെരുന്നാൾ ആഘോഷം അത് വലിയ സാമൂഹിക പ്രതിബദ്ധതയോടു കൂടിയാണ് ഇസ്ലാം അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും വലിയ കർമ്മം അന്ന് ഫിത്ർ സക്കാത്താണ്. ഏത് പാവപ്പെട്ടവനാണെങ്കിലും ഒരൊറ്റ സാധുവായ മനുഷ്യനും പട്ടിണി കിടക്കാൻ പാടില്ല. ആ രൂപത്തിലാണ് ഫിത്ർ സക്കാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധമായ ദിനത്തിൽ ധാരാളം പ്രാർത്ഥിക്കുകയും അതുപോലെ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും ഒക്കെ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് നമ്മൾ മാതൃകയായി ഈ ദിനത്തെ ആഘോഷിക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ അത് ആത്മീയ ചൈതന്യങ്ങൾ കെട്ടുപോകാത്ത രൂപത്തിലാണ് അതിനെ നാം കൊണ്ടാടേണ്ടത്. ഈ വിശുദ്ധമായ മാസത്തിൽ എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഒക്കെ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാനാണ് ഫിത്ർ സക്കാത്തിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെലവ് കഴിച്ച് അതുപോലെ നാം ചെലവ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ആ ബാധ്യതകളെല്ലാം കഴിച്ച് നമ്മിൽ നിന്ന് നമുക്ക് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടവർ തന്നെയാണ്. മറ്റുള്ള സമ്പത്തിൻ്റെ സക്കാത്തിനെ പോലെ പരിമിതപ്പെടുത്തുന്ന ഒരു ആളുകൾക്ക് ഇതിൽ പരിമിതിയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ചെറിയ പാവപ്പെട്ടവർ പോലും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ അയൽവാസികളെയും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കുടുംബക്കാരെയും ഒക്കെ ഫിത്ർ സക്കാത്തിൻ്റെ വിതരണത്തിൽ നാം ശ്രദ്ധിക്കണം. വിശുദ്ധമായ ഈ മാസം നമ്മെ വിട്ടുപോകുമ്പോൾ അതുപോലെ പെരുന്നാൾ ആഘോഷത്തോടുകൂടെ നാം ഈ ചൈതന്യങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ജീവൻ എന്ന് പറയുന്നത് വിജ്ഞാനമാണ്. ആ വിജ്ഞാനങ്ങൾ നൽകപ്പെടുന്ന പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് ദീനിയായ ഇൽമ് നൽകപ്പെടുന്ന സദസ്സുകളുമൊക്കെ ശുഷ്കിച്ചു പോവുകയും അതിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞുകൊണ്ട് മറ്റ് വിനോദങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന് ജീവനുണ്ടാവണമെങ്കിൽ മതപരമായ വിജ്ഞാനങ്ങൾ അവൻ കരഗതമാക്കിയിരിക്കണം. അല്ലാത്തവൻ്റെ ഇസ്ലാമിന് യഥാർത്ഥത്തിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ ദീനിയായ വിജ്ഞാനങ്ങളും പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ അറിവ് ലഭിക്കുന്ന എല്ലാ മാധ്യമങ്ങളും നാം അതിനെ പരിഗണിക്കുകയും നല്ലതുപോലെ വിജ്ഞാനങ്ങൾ നാം നേടിയെടുത്ത് ജീവസ്വറ്റതായ ഒരു മുസ്ലിമായിട്ട് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നാം ചെയ്ത നല്ല നല്ല കർമ്മങ്ങളും ദാനധർമ്മങ്ങളും നിസ്കാരങ്ങളുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ നമുക്ക് മുതൽക്കൂട്ടാകുന്ന പ്രവർത്തനങ്ങളായിട്ട് അതെല്ലാം മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. It's time for a break. We will be back soon. Hello everyone, I am Minanda. I am studying LKGC at Talisan English School, Vangara. I love my school very much. Do you know why I love my school? I can meet my friends and teachers and also play together. My school is the best school. It's blessed with highly educated and well-trained teachers. I love വാങ്ങുമ്പോ നോക്കി വാങ്ങും, ക്വാളിറ്റി നോക്കിയേ വാങ്ങാവൂ. സ്റ്റീൽ മാക്സ് TMX പ്രീമിയം തെർമിക് സ്റ്റീൽ ബാർസ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി. సముద్రాలకు సమృద్ధికి రహదారి పెన్నా సిమెంట్, నింగికి నేలకు నిచ్చెన పెన్నా సిమెంట్, విశాలమైన ఉన్నతమైన దృఢమైన కట్టడాలకు పెన్నా సిమెంట్. Bigger, better, stronger. Penna Cement.
ഈ പരിശുദ്ധ റമദാനിൽ ആരോഗ്യം നിലനിർത്തുവാൻ കൂടിയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഡോക്ടർ സ്റ്റോപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾക്കറിയാം, നോമ്പിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അത് 3-4 സമയമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന കൂടുതലുള്ള കലോറി, ഊർജം, അത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നൊരു ഫോമാക്കി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ലിവറിൽ. നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 13 മുതൽ 14 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ഉള്ള സമയത്ത് ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള, സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കലോറിയെ പുറത്തേക്ക് എടുക്കുകയും എൻ്റെ ശരീരം അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല ആളുകൾക്കും വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടാവും, അവരുടെ ഷുഗർ കുറഞ്ഞിട്ടുണ്ടാവും, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാവും, പിന്നെ മറ്റു ഒരുപാട് ഉന്മേഷമൊക്കെ അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഈ അവസാനത്തെ 10 കൂടി, റമദാൻ അവസാനിക്കുന്നതോടുകൂടി പല ആളുകളും വീണ്ടും കൺട്രോളില്ലാത്ത അശാസ്ത്രീയമായ രീതിയിലേക്ക് ഇതുവരെ നമ്മൾ ആർജിച്ചെടുത്ത ജീവിതശൈലി, അച്ചടക്കം, ഇതൊക്കെ വിട്ടുമാറ്റി പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റീസും ഒരു മാസം കൊണ്ട് തന്നെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതായത് 5 കിലോ കുറഞ്ഞ ഒരാൾ നോമ്പ് കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് തന്നെ 10 കിലോ കൂടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന രൂപം നമുക്ക് പലപ്പോഴും ക്ലിനിക്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ കലോറി അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൂടുതൽ കൊടുക്കുന്ന കലോറി എന്ന് പറഞ്ഞാൽ ഊർജം. ആ ഊർജം ശരീരത്തിൽ കൊഴുപ്പായി സംരക്ഷിക്കപ്പെടുന്നു. ഈ കൊഴുപ്പാണ് പിന്നീട് പലപ്പോഴും ഹൃദയ സംബന്ധമായിട്ടും സ്ട്രോക്കായിട്ടുള്ള അസുഖങ്ങളായിട്ടും മാറ്റപ്പെടുന്നത്. ഈ എക്സസ് കലോറി ആണ്. ഈ എക്സസ് കലോറി ആണിപ്പോൾ നമ്മൾ ഈ 30 ദിവസത്തിലെ നോമ്പിലൂടെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് നമ്മൾ കലോറിയൊക്കെ കുറച്ച് ശരീരമൊക്കെ ഫിറ്റായി വെയിറ്റൊക്കെ കുറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയറിനെ നിങ്ങൾ 3 ഭാഗമാക്കുക. അതിലൊരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, മറ്റൊരു ഭാഗം ഒഴിച്ചുകിടുക. ഇതിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്, മദീനയിലൊരു ഡോക്ടർ വന്നൊരു ചരിത്രം നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. മദീനയിലൊരു ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവം വിവരിക്കാറ്. മദീനയിലൊരു ഡോക്ടർ വരികയും ആ ഡോക്ടർ ഒരുപാട് കാലം മദീനയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് പേഷ്യൻറ്റിനെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ? അന്ന് അവർ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണിത്. ഇവിടെയുള്ള ആളുകളുടെ ഈ ഒരു ജീവിത രീതി, അവരുടെ ഭക്ഷണ രീതി, ഈ ഭക്ഷണ രീതി അവർ ലിമിറ്റ് ചെയ്തതുകൊണ്ട് അവരുടെ ഒരു ഭാഗം ഭക്ഷണം, അവരുടെ ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഒഴിച്ചിടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ജീവിതശൈലി അസുഖങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ചില ആളുകളിൽ കാണുന്ന ഒരു പ്രവണതയാണ്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പുലർച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നിദ്രയിലേക്ക് പോവുകയും അത് ളുഹർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നൊരു സാഹചര്യം നമ്മളുടെ ഇടയിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ കാണപ്പെടലുണ്ട്. ഇങ്ങനെയുള്ള ചില തെറ്റായ ഹാബിറ്റ്. അതുപോലെ നോമ്പ് തുറന്നയുടനെ വലിയ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് നോമ്പ് തുറന്ന ഉടനെ തന്നെ തണുത്തതും ജ്യൂസും അതുപോലെ ഈ എണ്ണയിൽ പൊരിച്ച വസ്തുക്കളും ഇതൊക്കെ വളരെയധികം വലിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതൊക്കെ അവർക്ക് വളരെ അധികം ദോഷമായി അവരുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ളത്. ഒന്ന്, നോമ്പിലൂടെ നമ്മൾ അസുഖക്കാരനാവാതിരിക്കുക. അതുപോലെ നോമ്പിലൂടെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ആരോഗ്യപരമായ പുരോഗതി നിലനിർത്തുക എന്നുള്ള ഈ 2 സംഭവങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പ്രവാചകചര്യ, നോമ്പ് കഴിയുന്നതോടുകൂടി പ്രവാചകചര്യ മുറുക്കെ പിടിച്ചുകൊണ്ട് നോമ്പിന് നമ്മൾ ആർജിച്ചെടുത്ത എല്ലാവിധ
ആരോഗ്യ പുരോഗതിയും നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്നത്തെയും പോലെ കൈനിറ സമ്മാനങ്ങളും ചോദ്യങ്ങളുമായി മൈ ഗിഫ്റ്റ്. ജനതാ ബസാർ മൈ ഗിഫ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. തേങ്ങൾ പോയി കണ്ട സമ്മാനങ്ങൾ നേടും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ പേര്? ഷമീമ. എന്താ പേര്? അലി ഹസ്കർ. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ജനതാ ബസാർ നൽകുന്നൊരു അടിപൊളി സമ്മാനം നൽകാം. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. ഉത്തരം ശരിയാണ്. മാഷാഅല്ലാ. നോമ്പില്ലാത്ത നിനക്കെന്താ ഇത്ര ക്ഷീണം? അയ്യോ നിനക്ക് നോമ്പില്ല, നിനക്ക് നോമ്പൊക്കെ. അസ്സലാമു അലൈക്കും. എന്താ പേര്? എവിടുന്നാ വരുന്നത്? എന്താ പേര്? അറിയാം. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ജനതാ ബസാർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നൽകുന്നതാണ്. ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത്? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. മാഷാഅല്ലാ. എന്താ പേര്? ഹംസ. എവിടുന്നാ ഇവിടെ ഭയങ്കര തന്നെ. നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്നത് സമ്മാനങ്ങളിലാണ്. കപട വിശ്വാസികളെ കുറിച്ച് അവതരിപ്പിച്ച സൂറത്ത്. ഉത്തരം അറിയില്ല? ഓക്കെ, നോ പ്രോബ്ലം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ പേര്? സിനാൻ. എന്താ പേര്? സൽമാൻ. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ജനതാ ബസാർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നൽകുന്നതാണ്. ഹിജ്റക്ക് ശേഷം അവതരിപ്പിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത്? മദീന സൂറത്ത്. ഉത്തരം ശരിയാണ്. മാഷാഅല്ലാ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ജനതാ ബസാറിലുണ്ട്. വിലയും കുറവ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ പേര്? ഷഫ്ന. എന്താ പേര്? ഷഹാന. ഞാൻ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ജനതാ ബസാർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നിങ്ങൾക്ക് നൽകുന്നതാണ്. ആയത്തുൽ ദൈൻ ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബഖറ. ഉത്തരം ശരിയാണ്. മാഷാഅല്ലാ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. तू ही मेरी मौला तू ही मेरी मौला अल्लाह. तू ही मेरी मौला तू ही मेरी मौला. तू ही मेरी मौला तू ही मेरी मौला अल्लाह. तू ही मेरी मौला तू ही मेरी मौला. सुब्हानल्लाह वल्हम्दुलिल्लाह ला इलाहा इल्लल्लाह अल्लाहु अक्बर. सुब्हानल्लाह वल्हम्दुलिल्लाह
لا إله إلا الله अल्लाहु अकबर तू ही मेरी मौला तू ही मेरी मौला अल्लाह तू ही मेरी मौला तू ही मेरी मौला अल्लाह सुबहान अल्लाह वल्हम्दुलिल्लाह ला इलाह इल्लल्लाह अल्लाहु अकबर सुबहान अल्लाह. അസ്സലാമു അലൈക്കും. പുണ്യമാസ രാവിന് നിങ്ങൾ നൽകിയ പ്രോത്സാഹനം വളരെ വലുതാണ്. ഞങ്ങളോട് സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അള്ളാഹുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. പുതുമയാർന്ന പ്രോഗ്രാമുമായി ഞങ്ങൾ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. Allah